ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഇത് നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ പോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നേന്ത്രപ്പഴ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് വലിയ നേന്ത്രപ്പഴമല്ല, ഒരു മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴമാണ്. അത് ആദ്യം ഒന്ന് നെടുകെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രമിക്കണം. ചില നേന്ത്രപ്പഴം നമ്മൾ കടിക്കുന്ന സമയത്ത് ഒരു കല്ല് മാതിരി ഉണ്ടാകും. അങ്ങനത്തെ നേന്ത്രപ്പഴം ഇതിന് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒരുവിധം നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് പഴുത്ത് പോകണ്ട, ഒരുവിധം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്താൽ മതി. അപ്പം ഇനി നമുക്കത് എങ്ങനെ അച്ചാറാക്കാൻ നോക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതുമാതിരി തന്നെ റീഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. പിന്നെ അത് പിക്കിളായതുകൊണ്ടാണ് 6 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2.5 ടീസ്പൂൺ സാധാരണ നല്ല മുളക് പൊടി ചേർക്കാം. പിന്നെ ഈ മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്. അത് കുറച്ച് ഉലുവ ഞാനൊരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കായം. ഇനി നമുക്ക് ഈ പൊടികളിലെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ പൊടികളിലെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 5-6 വരും. ഈ ഈത്തപ്പഴം ചേർക്കണം നിർബന്ധമില്ല കേട്ടോ, ഞാൻ എൻ്റെ കയ്യിലുള്ള കാരണം ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഈ നേന്ത്രപ്പഴം കൊണ്ട് മാത്രം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴവും ഈത്തപ്പഴവും നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെറുതെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, നമ്മൾ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ നേന്ത്രപ്പഴം ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വല്ലാതെ അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ പിക്കിൾ അത്ര നന്നായിട്ട് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നേന്ത്രപ്പഴം ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വിനീഗർ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പിക്കിൾ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ, ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് തിക്കായി പോവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നേന്ത്രപ്പഴത്തിലും ഈത്തപ്പഴത്തിലും നല്ല മധുരം ഉണ്ടാവും, പക്ഷെ നമ്മളിതിൽ വിനീഗർ ചേർത്തുണ്ടല്ലോ, അത് കാരണം പുളിയൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഡേറ്റ്സ് പിക്കിളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു വേറൊരു രൂപം തന്നെയാണ്. ഇതിലിപ്പോൾ ഡേറ്റ്സ് കുറച്ച് ചേർത്തിട്ടുണ്ട്, എന്നാലും അത് നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത്. നമുക്കിത് ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും ഒന്നും വേണ്ട, നമ്മളെ ചോറിൻ്റെ കൂടെ തന്നെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്